അപ്പം ഇവിടെ നമ്മൾ ഈ ഛായയിലും സാദൃശ്യത്തിലും ഈശോന് തുല്യമായിട്ട് ആയിരിക്കുമ്പോൾ പക്ഷേ നമ്മൾ വ്യത്യസ്തരാണ്. ഈ വ്യത്യസ്തതയാണ് ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത് കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ. അത് ഒരു ചെറിയ എക്സാമ്പിൾ, സാധാരണ നവീൻ ഉപയോഗിക്കുന്ന എക്സാമ്പിളാണ് നട്ടും ബോൾട്ടും. അതൊന്ന് പറയാമോ? സാധാരണ നട്ടും ബോൾട്ടൊക്കെ ഈ ടെക്നിക്കൽ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വെറും ബോൾട്ടുകളൊന്നും ഉണ്ടെന്ന് വിചാരിക്കാം. അത് നമുക്ക് ഒരു കാര്യമില്ല. ചിലപ്പോൾ അത് പോകുന്നത് ആക്രിക്കടയിലായിരിക്കും. പറഞ്ഞാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, എല്ലാ നട്ടുകളായെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, വെറുതെ വേസ്റ്റാണ്. അത് ആക്രിക്കടയിലാണ് പോകുന്നത്. പക്ഷേ ഈ നട്ടും ഈ ബോൾട്ടും ഉണ്ടായെങ്കിലേ അതിൻ്റെ ഉപയോഗമുള്ളൂ. പറഞ്ഞാൽ അത് നമുക്ക് എന്തായെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് രണ്ട് വ്യത്യസ്തമാണ്. ബോൾട്ട് ബോൾട്ടാണ്, നട്ടാണ്, വളരെ വ്യത്യസ്തമാണ്. രണ്ടിനെ നമുക്ക് തുല്യം നോക്കാൻ പറ്റത്തില്ല. പക്ഷേ സെപ്പറേറ്റ് ആയെങ്കിലും ഇത് ഒരുമിച്ച് വരുമ്പോഴാണ് അത് യൂസ്ഫുൾ ആവുന്നത്. അത് ഏകദേശം അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഭാര്യയും ഭർത്താവും നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ ജോലിക്കാര്യത്തിലും നമ്മൾ ചിന്തിക്കുന്ന സാധനത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഈ രണ്ട് വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ചത് കർത്താവാണ്. ഈ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ അതാണ് 100% ആവുന്നത്. ഇവിടെ കോമ്പറ്റീഷൻ അല്ല, ശരിക്കും പറഞ്ഞാൽ ഇവിടെ കോംപ്ലിമെൻറ്റാരിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ എനിക്കുള്ള കുറവുകൾ ജിനി നികത്തുന്നു, ജിനിക്കുള്ള കുറവുകൾ ഞാൻ നികത്തുന്നു. ഇതിൻ്റെ ഈ നികത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഒന്നാവുന്നതും 100% ആവുന്നത്. അപ്പോൾ ഈ നമ്മൾ കോംപ്ലിമെൻറ്റാരിറ്റിയെ പറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് പറഞ്ഞത്. ഒന്ന്, സ്ത്രീയും പുരുഷനെയും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അപ്പോൾ നമ്മളെ ഈക്വൽ ഡിഗ്നിറ്റി ഉള്ളവരായിട്ട് അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ വ്യത്യസ്തരാണ്. വ്യത്യസ്ത രീതിയിലാണ് നമ്മളെല്ലാം കാണുന്നതും മനസ്സിലാക്കുന്നതും പ്രവർത്തിക്കുന്നതും. അത് ശാരീരികവും മാനസികവും ആധ്യാത്മികവും എല്ലാ തലങ്ങളിലും നമ്മൾ വ്യത്യസ്തരാണ്. മൂന്നാമത് പറഞ്ഞത് സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളാണ്. അതാണ് നമ്മൾ കോംപ്ലിമെൻറ്റാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ദമ്പതികളുടെ തമ്മിൽ ഉള്ളൊരു ലയം വളരെ എളുപ്പത്തിൽ നടക്കും.